ഷിരൂരിൽ നിരാശ. ഷിരൂരിലെ ദൗത്യം താത്കാലികമായി അവസാനിപ്പിച്ചു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ട്രക്കിന്റെ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4 പോയിന്റിലും നോക്കിയിട്ടും ട്രക്ക് കണ്ടെത്താനായില്ലെന്നും അതീവ ദുഃഖമുണ്ടെന്നും ഈശ്വർ മാൽപ്പെ പറഞ്ഞു. ഒരു പോയിന്റ് ആക്കി ആ 4 പോയിന്റിൽ നമുക്ക് കിടച്ചില്ല. അത് അവിടെ കിടച്ചിട്ട് നമുക്ക് ഈ വീട്ടിൻ്റെ തകട് ഷീറ്റ്, കമ്പി, ഈ കറണ്ടിൻ്റെ ഇത് റോഡ് എല്ലാം കിട്ടി. അവിടെ ട്രക്ക് എവിടെയുണ്ട് എനിക്ക് കാണാൻ വയ്യ. ಯಾಕೆಂದರೆ കീഴെ അത്ര കത്തലായിട്ടുണ്ട്. ഒരു 40 അടി കീഴെ ഫസ്റ്റ് 10 അടിൻ്റെ 20 അടി 30 അടി 40 അടി ഈ സൈഡ് പറഞ്ഞാൽ ഒത്തിരി ആളുണ്ട്. നമ്മ വണ്ടി വീണ സൈഡ് അവിടെ 40. പിന്നെ അവിടുന്ന് മേലെ പോകുന്നവർ 50, പിന്നെ 40, 20 അങ്ങനെ ആവും. അവിടുത്തെ പ്രഷർ ജാസ്തി ഉണ്ട്. ഇപ്പോൾ ഇത് കമ്മി ആവുന്നുണ്ട്. ക്ലീൻ ആവുന്നു. തണ്ണി ക്ലീൻ ആയാൽ ഒരു ഇത് വേണ്ട, സ്കൂബ ഡൈവ് ആക്കി എല്ലാം നോക്കാം. രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നുവെന്നും കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുമ്പോൾ തിരച്ചിൽ സംഘം മടങ്ങിയെത്തുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. Today we have tried with our Malpe Ishwar group as well as Navy and NDRF and SDRF and all local, important is local fishermen also. Inside the water, clay is there. On top of the clay, rock is there. On rock, again that banyan tree is there. ഷിരൂരിൽ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മംഗള വൈദ്യ 24-നോട് പറഞ്ഞു. ಸ್ಟಾಪ್ ಮಾಡಲಿಲ್ಲ, ನಾವು ರನ್ನಿಂಗಲ್ಲೇ ಇದೆ. ಈಗ ಅಲ್ಲಿ ಹೋಗಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ನೀರು ಜಾಸ್ತಿ ಕರೆಂಟ್ ಇದೆ, ಫಾಸ್ಟ್ ನೀರು ಹರಿತಾ ಇದೆ. ಹಾಗಾಗಿ ನಾವು ಈಗ ನಿಲ್ಲಿಸಿದ್ದೇವೆ. ಅಷ್ಟೇ, ನಿಲ್ಲಿಸಲಿಲ್ಲ, ನೋಡ್ತಾ ಇದ್ದೇವೆ. ಮತ್ತೆ ಮಳೆ ಕಮ್ಮಿ ಆಯಿತು ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಮತ್ತೆ ಪುನಃ ಪ್ರಾರಂಭ ಮಾಡ್ತೇವೆ. ನಮಗೆ ಲಾರಿ ಸಿಗಬೇಕು, ಬಾಡಿ ಸಿಗಬೇಕು. ಅಲ್ಲಿವರೆಗೂ ನಾವು ಕಾರ್ಯಾಚರಣೆ ಕಂಟಿನ್ಯೂ ಇರ್ತದೆ. തിരച്ചിൽ നിർത്തുന്നത് ദൗർഭാഗ്യകരമായ നിലപാടെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. അനുകൂല കാലാവസ്ഥയുണ്ടായിട്ടും സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇത് ഒരു തരത്തിലും ഞങ്ങളാരുമായും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിച്ചാണ് ഇതിന് തുടക്കം മുതൽ. അവിടുത്തെ ജില്ലാ കലക്ടറെ ഞാനിപ്പോൾ വിളിച്ചു, നിലപാട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അവിടെയുള്ള MLA-മാരോട് സംസാരിച്ചു. അപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ MLA സർക്കാർ ആലോചിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ ഇതിലും വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇന്നലെ നമുക്കറിയാം വളരെ വൈകിയും തെരച്ചിൽ നടന്നിരുന്നു. എന്നാൽ രക്ഷാദൗത്യം സംബന്ധിച്ച് യോഗം ചേർന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്ന് ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മംഗൾ വൈദ്യയുടെ അധ്യക്ഷതയിൽ ഉടൻ യോഗം ചേരും. ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. എപ്പോഴാണ് യോഗം? ഇത് ഔദ്യോഗികമായി അവസാനിപ്പിക്കുക എന്നതിലേക്ക് തന്നെയാണോ കർണാടകം എത്തിച്ചേരുന്നത്? ഇപ്പോൾ കേരളം വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രിക്ക്. പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? നിലവിലിപ്പോൾ കർണാടക മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇവിടുത്തെ IBയിലാണ്, ഗസ്റ്റ് ഹൗസിലാണ് യോഗം ആരംഭിച്ചിട്ടുള്ളത്. അങ്കോള ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന യോഗത്തിൽ മംഗൾ വൈദ്യയുണ്ട്, മന്ത്രി, അതോടൊപ്പം ജില്ലാ കളക്ടറുണ്ട്, SP ഉണ്ട്, ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് 2 MLA-മാരാണ് നിലവിലിപ്പോൾ ഈ സംഘത്തിൽ ഉള്ളത്. ഈ നിലവിലിപ്പോൾ കർണാടകം ഇതിൽ നിന്നും എക്സിറ്റ് പ്ലാൻ അടിച്ചത് അത് ഏതെങ്കിലും രേഖ മൂലമുള്ള എക്സിറ്റ് പ്ലാൻ മാത്രമല്ല ഉള്ളത്. അവിടെ ഉണ്ടായിരുന്ന സകല ബോട്ടുകളും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. മത്സ്യബന്ധന വള്ളങ്ങൾ അവിടെ നിന്നും ഇതിനോടകം മാറ്റിയിട്ടുണ്ട്. ഒപ്പം അവിടെയുള്ള ടെന്റ് പൊളിച്ചു നീക്കി, സാധന സാമഗ്രികൾ മാറ്റി, അവിടെ ഉണ്ടായിരുന്ന ഈ വാഹനങ്ങൾ, മണ്ണടിക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ സാധനങ്ങളും മാറ്റിയ ശേഷം നടക്കുന്ന യോഗത്തിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം
കേരളത്തിന് അനുകൂലമായി ഉണ്ടാകും എന്നിനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ അവരൊരു ഉറപ്പ് കൊടുക്കുമായിരിക്കും, കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക്, ഈ നദിയിലെ ഒഴുക്ക് മാറുന്ന മുറയ്ക്ക് വീണ്ടും ഇത് തുടരാം, താൽക്കാലികമായാണ് ഞങ്ങളിത് നിർത്തിയിരിക്കുന്നത്, ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല ചെയ്തത് എന്നവർ പറയുമായിരിക്കാം. അതാണ് ഉണ്ടാകാൻ ഏറ്റവും അധികം സാധ്യത. ഒരു ബാർഗൈനിങ്ങിലേക്ക് പോകുന്നതിന് തക്ക സംവിധാനം, സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത. കാര്യം കൂടി കാരണം വളരെ അവർക്ക് ചുരുക്കി ശ്രീകാന്ത്, ഇപ്പോൾ കേരളം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഔദ്യോഗിക പ്രതികരണമുണ്ടോ? ഈ യോഗത്തിൽ ഇതൊക്കെ പരിഗണനാ വിഷയമാകുമോ? തീർച്ചയായും ഈ യോഗത്തിൽ ഇതെല്ലാം പരിഗണനാ വിഷയമാകുന്നുണ്ട്. ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടി വന്ന സ്ഥിതിക്ക് ഇത് പരിഗണനാ വിഷയമായി വരും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അനുകൂലമായ തീരുമാനമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം കർണാടക എക്സിറ്റ് പ്ലാൻ ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു, എല്ലാ സാധനങ്ങളും മാറ്റിക്കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. കാത്തിരിക്കുകയേ നിവർത്തിയുള്ളൂ. യോഗം ആരംഭിച്ചു. നമ്മുടെ ഭാഗം പറയാൻ 2 MLA മാർ അവിടെ കയറിയിട്ടുണ്ട്. രാജഗോപാൽ MLA യും അതോടൊപ്പം M വിജിനും അതിനകത്ത് കയറിയിട്ടുണ്ട്. ശരി, അതാണ് ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭാഗം പറയാൻ 2 MLA മാർ ആ യോഗത്തിലുണ്ട്. കേരളം കൃത്യമായി തന്നെ നിലപാട് അറിയിക്കുമെന്നുള്ളതാണ്. ഏതായാലും എന്താണ് തീരുമാനം എന്നുള്ളതിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ ദൗത്യം താത്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഔദ്യോഗിക പ്രഖ്യാപനവും അല്പസമയത്തിനകം യോഗത്തിന് ശേഷം ഉണ്ടാകും.